തൗലിയെ. ഉപേന്ദ്രനാഥ് അശക്. തൗലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടവലാണ്. ഈ നാടകം എഴുതിയിട്ടുള്ളത് ഉപേന്ദ്രനാഥ് അശകാണ്. അദ്ദേഹം ഹിന്ദിയിലെ ഒരു പ്രധാനപ്പെട്ട റൈറ്ററാണ്. ബസന്ത് ഏക് ഫേം കാ മാനേജർ. ബസന്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടകത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ഫേമിൻ്റെ മാനേജറാണ്. മധു ബസന്ത് കി പത്നി. ബസന്തിൻ്റെ വൈഫാണ് മധു. സുരോ മധു കി സഹേലിയ. ചിന്തി സഹേലിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സാണ് കേട്ടോ. മംഗള ഘർ കി നൗക്കറാണി. ഘർ കി നൗക്കറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ജോലിക്കാരി. സ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം. നയി ദില്ലി. നയി ദില്ലി പറഞ്ഞാൽ അറിയാലോ, ന്യൂഡൽഹിയാണ്. പർദ ബസന്ത് കെ ഡ്രോയിങ് റൂമേ മുടുത്താ ഹെ. ഇപ്പം കർട്ടൻ തുറക്കുന്ന സമയത്ത് നമ്മൾ നാടകമൊക്കെ തുടങ്ങുമ്പോൾ സാധാരണ എന്താ ഉണ്ടാവുക, ഒരു കർട്ടൻ ഇങ്ങനെ തുറക്കും. അപ്പോൾ ആ കർട്ടൻ തുറക്കുമ്പോൾ തന്നെ കാണുന്ന സീൻ എന്ന് പറയുന്നത് ബസന്തിൻ്റെ ഡ്രോയിങ് റൂമാണ്. ഡ്രോയിങ് റൂം ന ബഹുത്ത് ബഡാ ഹെ ന ഛോട്ട. ഡ്രോയിങ് റൂം ഒരുപാട് വലുതുമല്ല എന്നാൽ ചെറുതുമല്ല. ബഹുത്ത് സജാ ഹുവാ ബി നഹി ഹെ. ഒരുപാട് അലങ്കരിച്ചിട്ടൊന്നുമില്ല. സജാ ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കരിക്കുക. ബസന്ത് 250 മാസിക് പാത്ത ഹെ. ബസന്ത് 250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 അപ്പോൾ ബസന്ത് 250 രൂപയാണ് മാസ വരുമാനം നേടുന്നത്. മാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ വരുമാനം. അപ്പം 250 രൂപയാണ് ബസന്തിൻ്റെ ഒരു മാസത്തെ വരുമാനം. പർ നയി ദില്ലിക്ക് 250. പക്ഷെ അത് ന്യൂഡൽഹിയിലെ 250 ആണെന്ന് പറയാണ്. ഇത് ഒരുപാട് മുൻപത്തെ ഒരു കാലഘട്ടത്തിൽ ആട്ടോ പറയണത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ 250 രൂപയാവുമോ മാസ വരുമാനം ഉണ്ടാവുക? അല്ല, ഇത് കുറച്ച് മുന്നത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പം ന്യൂഡൽഹിയിലെ 250 ലേക്കിൻ വഹ് ഫേം കാ മാനേജർ ഹെ. പക്ഷെ അദ്ദേഹം ഒരു ഫേമിൻ്റെ മാനേജറാണ്. ഇസ്ലിയെ ടെലിഫോൺ ലഗാ ഹെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഫോണൊക്കെ ഉണ്ട്. ഇസ്ലിയെ കമറാ ബി സജാ ഹെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമാണ് കേട്ടോ. ബായി ദീവാർ കെ സാത്ത് ഏക്ക് മേസ് ലഗി ഹെ. ഇടത്തെ ചുമരിൻ്റെ ദീവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരാണ്. അപ്പം ഇടത്തെ സൈഡിലുള്ള ചുമരിൻ്റെ അടുത്തായിട്ട് ഒരു മേശ ഇട്ടിട്ടുണ്ട്. ഉസ് പർ കാഗസ് പത്രവും കെ അതിരിക്ത് ടെലിഫോൺ രഖാ ഹെ. അതിൽ ഈ കാഗസ് പത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂസ് പേപ്പേഴ്സൊക്കെ കൂടാതെ, അതിരിക്ത് പറഞ്ഞാൽ കൂടാതെ ടെലിഫോൺ രഖാ ഹെ പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോണൊക്കെ വെച്ചിട്ടുണ്ട്. മേശയ്ക്ക് ഇധർ ഏക്ക് ദർവാസ ഹെ. മേശേൻ്റെ ഈ സൈഡിലായിട്ടൊരു വാതിലുണ്ട്. ദർവാസ വാതിൽ. ജോ അന്തർ കമരേമേം ജാത്ത ഹെ. ഉള്ളിലെ റൂമിലേക്ക് പോവാവുന്ന ഒരു ഡോറാണത്. മേശയ്ക്ക് ഉസ് ഓർ. മേശേൻ്റെ മറുവശത്ത് കോനേമേം ഏക്ക് അങ്കീട്ടി ഹെ. ഒരു മൂലയിലായിട്ടൊരു അടുപ്പുണ്ട്. കിന്തു ആഗ് ഷായദ് ഇസ്മേം നെഹി ജൽത്തി ക്യോങ്കി അങ്കീട്ടി കാ കപ്പട അത്യന്ത സുന്ദർ ഹെ. പക്ഷേ ആ അടുപ്പിൽ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ തീയൊന്നും കത്തിക്കാറില്ല. നെഹി ജൽത്തി പറഞ്ഞാൽ കത്തിക്കാറില്ല. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ അങ്കീട്ടി കാ കപ്പട അത്യന്ത സുന്ദർ ഹെ. ഈ ഒരു അടുപ്പിൻ്റെ മുകളിലൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാണ്. ഉസ്പർ സജാവട്ടിക്ക് ചീസേം ബി രഖി ഹുയി ഹെ. അതിൻ്റെ മുകളിൽ അലങ്കാര വസ്തുക്കളൊക്കെ തൂക്കിയിട്ടുണ്ട്. വൈസി ഹി ജൈസി മധ്യവർഗീയ ഘരോമേം ഹോത്തി ഹെ. അതായത് മധ്യവർഗീയ ഘരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലീസാണ്. അപ്പം മിഡിൽ ക്ലാസ് ഫാമിലീസിലൊക്കെ ഉള്ള പോലത്തെ ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ തൂക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ലേക്കിൻ വേ ബിഖിരി നെഹി ഹെ. പക്ഷെ അത് ചെതറി കിടക്കല്ല. ഓർ കരീനേസെ ലഗി ഹുയി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. ദോ പീത്തൽ കെ ഗുൽദാൻ ദൂസരി വസ്തുവോം കെ അതിരിക്ത് അങ്കീട്ടി കെ ദോനോ കോനോം പർ രഖേ ഹുയെ ഹെ. ദോ പീത്തൽ കെ ഗുൽദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചള പാത്രങ്ങളും അതുപോലെ തന്നെ ദൂസരി വസ്തുവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വസ്തുക്കളും. അതിന് പുറമെ അങ്കീട്ടിക്ക് ദോനോ കോനോ പർ രഖേ ഹുയെ ഹെ. പിച്ചള പാത്രങ്ങളും, അതായത് ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ചെതറി കിടക്കുന്നില്ല. അവിടെ അത് എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാത്രങ്ങളും ഈ അങ്കീട്ടിൻ്റെ 2 മൂലയിലുമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. इसी अंगीठी के कपड़ों की लंबी झालर को छूता हुआ एक रेडियो सेट नीचे एक छोटी सी मेज पर रखा है. अंगीठी के कपड़ों की लंबी झालर എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുപ്പിൻ്റെ മുകളിലിട്ടിട്ടുള്ള തുണീൻ്റെ മുകളിലുള്ള ഞൊറിവുകളാണ്. അതിനെ ചൂത്താ ഹുവ എന്ന് പറഞ്ഞ തൊട്ടുകൊണ്ട് ഒരു റേഡിയോ സെറ്റ് നീച്ചെ ഏക്ക് ചോട്ടി സി മേസ് പർ രഖാ ഹെ പറഞ്ഞാൽ താഴെ ആയിട്ട് ഒരു ചെറിയ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സെൻറ്റൻസിൻ്റെ മൊത്തം മീനിങ് നോക്കുകയാണെങ്കിൽ ഈ അടുപ്പിൻ്റെ മുകളിലുള്ള തുണി
തുണീൻ്റെ മുകളിൽ ഞൊറികൾ ഇട്ടിട്ടുണ്ട്, നീളത്തിലുള്ള ഞൊറികൾ ഇട്ടിട്ടുണ്ട്. ആ ഞൊറികളെ തൊട്ടുകൊണ്ട് ഒരു റേഡിയോ സെറ്റ് താഴെ ഒരു ചെറിയ ടേബിളുമേലായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ജിസ്കെ മേസ് പോഷ് ഏക്ക് ഡിസൈൻ അങ്കീട്ടി കെ കപ്പടേ സെ മാച്ച് കർത്താ ഹെ. അതിൻ്റെ മുകളിലൊരു മേശവിരി ഇട്ടിട്ടുണ്ട്. മേസ് പോഷ് പറഞ്ഞു കഴിഞ്ഞാൽ മേശവിരിയാണ്. അതിൻ്റെ ഡിസൈന് ഈ അടുപ്പിൻ്റെ തുണിയിനോട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്ന് പറയാണ്. ഓർ മധു കി സുരുചി ക പത്താ ദേത്താ ഹെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുവിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു തരം തുണിയാണത് എന്ന് പറയാണ്. अंगीठी के ऊपर दीवार पर एक കലണ്ടർ ലട്ടക് രഹാ ഹെ. അപ്പോൾ അടുപ്പിൻ്റെ മുകളിലുള്ള ചുമരുമ്പലായിട്ട് ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ഇസ്സേ കി മേസ് पर बैठे व्यक्ति के അയൻ സാമനെ പെടെ. അതിൽ മേശേൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കാണത്തക്ക രീതിയിലാണ് ആ കലണ്ടർ തൂക്കിയിട്ടുള്ളത്. കലണ്ടർ കോ ഏക് നസർ ദേഖ്നെ സെ മാലൂം ഹോത്താ ഹെ കി നവംബർ കാ മഹീന ഹെ. കലണ്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും നവംബറാണ് മാസം. अंगीठी के बराबर एक दरवाज़ा है जो रसोई में जाता है. അപ്പം ആ അങ്കീട്ടീൻ്റെ അടുപ്പിൻ്റെ അതേ നിരയിലായിട്ട് ഒരു വാതിലുണ്ട്, അത് അടുക്കളയിലേക്ക് പോകാനുള്ളതാണ്. ഇസ് ദർവാസെ സെ ജറാ ഹട്ട്കർ സാമനെ കി ദീവാർ കെ സാത്ത് ഏക് ബേന്ത് കാ കോച്ച് കാ സെറ്റ് ഹെ. ഈ വാതിലിനോട് കുറച്ച് മാറിയിട്ടായിട്ട് മുൻപിൽ ഒരു ചുമരിൻ്റെ അടുത്തായിട്ട് ബേന്ത് കാ കോച്ച് കാ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ സെറ്റ് ഉണ്ട് എന്നാണ്. ഇസ്കെ ആകെ കെ തിപ്പായി ഹെ. അതിന് മുൻപിലായിട്ടൊരു ടീപ്പോയ് ഉണ്ട്. സെറ്റ് കി ഗദ്ദിയാം സുന്ദർ ഓർ സുരുചിപൂർണ്ണ ഹെ. ഈ സോഫ സെറ്റിൽ ഇട്ടിട്ടുള്ള ഗദ്ദിയാം എന്ന് പറഞ്ഞാൽ തലയണയാണ്. അത് നല്ല ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ സുരുചിപൂർണ്ണ ഹെ എന്ന് പറഞ്ഞാൽ നല്ല ആകർഷകവുമാണെന്നാണ് കേട്ടോ. और ടിപ്പോയി का കവർ अंगीठी के कपड़े से मैच करता है. ഈ ടിപ്പോയിൻ്റെ മുകളിലിട്ടുള്ള ഒരു കവറ് ഈ അടുപ്പിൻ്റെ ആ ഒരു തുണിയോട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ദീവാർ കെ ബായി ഓർ മുൻപിൽ ചുമരിൻ്റെ ഇടത് സൈഡിലായിട്ട് കോച്ച് സേ ജറാ ഹട്ട്കർ സോഫയിൽ നിന്ന് കുറച്ചു മാറിയിട്ട് ഏക് ദർവാസ ഹെ ഒരു വാതിലുണ്ട്. സ്നാനഗൃഹക്കോ ജാത്താ ഹെ. അത് എവിടേക്ക് പോകാനുള്ളതാണ്? സ്നാനഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിമുറിയാണ്. കുളിമുറിയിലേക്ക് പോകാനുള്ളതാണത്. ഭായിയും ദീവാർ കെ സാത്ത് ശൃംഗാർ കി മേസ് ലഗി ഹെ ജിസ്സെ ബസന്ത് ഓർ മധു ദോനും അപ്പനെ ടോയ്ലറ്റ് കാ കാം ലേത്തെ ഹെ. ഇടതുവശത്തുള്ള ചുമരിനോടടുത്തായിട്ട് ശൃംഗാർ കി മേസ് ലഗി ഹെ മേക്കപ്പിനുള്ള മേശ ഇട്ടിട്ടുണ്ട്. ജിസ്സെ ബസന്ത് ഓർ മധു ദോനും അപ്പനെ ടോയ്ലറ്റ് കാ കാം ലേത്തെ ഹെ പറഞ്ഞു കഴിഞ്ഞാൽ ബസന്തും മധുവും രണ്ടുപേരും തങ്ങളുടെ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ അവിടെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷാമ്പൂവിൻ്റെ പിന്നെ സോപ്പ് അതുപോലെ തന്നെ കണ്ണാടി, ചീർപ്പ്, ഷേവിങ് സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇസ്കെ ഊപ്പർ ഗൂണ്ടിയാ പർ തൗലിയേ ടംഗേ ഹെ. അതിൻ്റെ മുകളിലൊരു കൊളുത്തിലായിട്ട് ടവലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. മേസ്കെ ദോനും ഓർ ഏക് ദോ കുർസിയാം പടി ഹെ. മേശേൻ്റെ രണ്ട് സൈഡിലായിട്ടും 1-2 ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കുർസിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയേഴ്സാണ്. ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ദായിം ദീവാർ കെ ഇധർ കോ ഏക് ദർവാസ ഹെ ജോ ബാഹർ ജാത്താ ഹെ. വലത് സൈഡിലുള്ള ചുമരിൻ്റെ അടുത്തായിട്ടൊരു വാതിലുണ്ട്, അതിലൂടെ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. पर्दा उड़ते समय हम बसंत को श्रृंगार की मेज पर बैठे हजामत बनाते देखते हैं. കർട്ടൻ തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബസന്ത് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ടുള്ള ആ മേശേൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഷെയ്വ് ചെയ്യാണ്. ഹജാമത്ത് ബനാന പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്വ് ചെയ്യാണ്. അതാണ് നമുക്ക് ഈ കർട്ടൻ പൊന്തിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന സീന്. വാസ്തവം മേം ബഹ് ഹജാമത്ത് ബനാ ചുക്കാഹെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഷെയ്വ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓർ തൗലി ഏസി മൂഹ് പോഞ്ച് രഹാഹെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ടവൽ യൂസ് ചെയ്തിട്ട് മുഖം തുടയ്ക്കുകയാണ്. പോഞ്ച് രഹാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കുക. തബി രസോയിക്ക് ദർവാസെ സെ സ്വെറ്റർ ബുൻതി ഹുയി മധു പ്രവേശ് കർത്തി ഹെ. അപ്പം അടുക്കളേൻ്റെ വാതിലിലൂടെ സ്വെറ്റർ തുന്നിക്കൊണ്ട് മധു അകത്തേക്ക് വരികയാണ്. അപ്പം മധു പറയുകയാണ്, യഹ് ഫിർ ആപ്നെ മദൻ കാ തൗലിയ ഉഠാലിയ. ഓ, നിങ്ങൾ വീണ്ടും മദൻ്റെ ടവൽ എടുത്തല്ലേ എന്ന് പറയാണ്. മേ കഹത്തി ഹും ആപ്. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ബസന്ത് പറയാണ്, മുഹ് പോഞ്ചത്തെ രുക്കർ എന്ന് പറഞ്ഞാൽ മുഖം തുടയ്ക്കുന്നത് നിർത്തിക്കൊണ്ട്. ഓ ഹേ കമ്പത്ത് തൗലിയെ. ഓ, ഈ ടവല് മുझे ധ്യാൻ ഹി നഹി രഹത്ത. ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല എന്ന് പറയാണ്. ബാത് യഹ് ഹേ ഹൻസത്ത ഹെ. എന്നിട്ട് പറയാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാണ്.
कि मदन के तौलिये छोटे है और ഹജാമത്ത് എന്നിട്ട് പറയാണ് മദൻ്റെ ടവല ചെറുതാണ് അതുപോലെ ഷേവിങ്ങും എന്നിട്ട് പറയാണ്. മധു പറയാണ് ചിഡ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നാണ്. ഓർ ഹജാമത്ത് കെ തൗലിയെ ജയ്സേ ഹെ, ആ ഷേവ് ചെയ്യാനുള്ള ടവല് പോലെയാണ് അല്ലേ എന്ന് പറയാണ്. ജി ജറാ ആങ്ക് ഖോൽക്കർ ദേഖിയെ, കണ്ണ് തുറന്ന് നോക്കൂ. ഹജാമത്ത് കെ തൗലിയെ കിത്തിനെ രംഗീൻ ഹെ, ഷേവിങ്ങിനുള്ള ടവൽ എത്ര കളർഫുൾ ആണെന്നൊന്ന് കണ്ണ് തുറന്ന് നോക്കൂ എന്ന് പറയാണ്. ബിസിയോം തോ ധാരിയാം പടി ഹുയി ഹെ, ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. ഉന്മേം ഓർ മദൻ കെ കിത്തിനെ സാധേ ഓർ എന്നിട്ട് പറയാണ് അതും മദൻ്റെതും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്. ബസന്ത് പറയാണ് ലേക്കിൻ റോയേന്താർ തോം, അതുപോലെ അത് ഈ രോമങ്ങളൊക്കെ ഉള്ള പോലെ കുത്തുന്ന ടൈപ്പ് ഉണ്ടാവൂലേ അതുപോലത്തെ ആണ് എന്ന് പറയാണ്. മധു വ്യംഗ്യസേ പറഞ്ഞിട്ട് കുറച്ച് പുച്ഛത്തോട് കൂടിയിട്ട് പറയാണ് ദോനോ ഹെ, രണ്ടും ഉണ്ട്. ജി ആങ്കേ ബന്ദ് കർക്കെ ആദ്മി ദോനോം കാ അന്തർ ബതാ സക്താ ഹെ മേ കഹത്തി ഹും, എന്നിട്ട് പറയാണ് കണ്ണടച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയുകയാണ് എന്ന് പറയാണ്. അപ്പോൾ ബസന്ത് നിരുത്തർ ഹോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ കഴിയാതെ സൈലൻ്റ് ആയിക്കൊണ്ട്. വാസ്തവമേ മേരാ ധ്യാൻ ദൂസരി ഓർദ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ വേറെ എവിടെയോ ആയിരുന്നു എന്ന് പറയാണ് ബസന്ത്. ലാവോ മുझे ഹജാമത്ത് കാ തൗലിയ ദേദോ, കൊണ്ടുവാ എനിക്ക് ആ ഒരു ഷേവിങ്ങിൻ്റെ ടവൽ താന്ന് പറയാണ്. കഹാ ഹേ മുझे ദിഖായി നഹീ ദിയ, എവിടെ എനിക്ക് കാണുന്നില്ല എന്ന് പറയാണ്. മധു പറയാണ് ഘൂണ്ടി പർ ടങ്കാ തൗലിയ ഉഠാക്കർ, ആ കൊളുത്തിൽ തൂക്കിയിട്ടിട്ടുള്ള ടവൽ എടുത്തിട്ട്. ഇത് തോ ടങ്കാ ഹേ സാമനെ ഫിർബി, മുന്നിൽ തന്നെ തൂങ്ങി കിടക്കുന്നുണ്ട് എന്നിട്ടും എന്ന് പറയാണ്. ബസന്ത് മേനേം ഐനക്ക് ഉത്താർ രഖി ഹെ, ഞാൻ കണ്ണട ഊരി വെച്ചിരുന്നു. ഐനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയാണ് കേട്ടോ, ഞാൻ കണ്ണട ഊരി വെച്ചിരുന്നു. ഓർ ഐനക്ക് കെ ബിനാ തും ജാൻതി ഹോ ഹമാരി ദുനിയ, കണ്ണട ഇല്ലാത്ത എൻ്റെ ലോകം എന്താണെന്ന് നിനക്കറിയാലോ എന്ന് പറയാണ്. ഖിസിയാനി ഹസി ഹൻസിത്താ ഹെ മധു ജി ആപ്കി ദുനിയ, ഓ ശരി നിങ്ങളെ ലോകം. ജാനെ ആപ് കിസ് ദുനിയാമേ രഹത്തെ ഹെ, അറിയില്ല നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഐനക്ക് നഹി, ഇപ്പോൾ കണ്ണട ഇല്ല. ഐനക്ക് ഹോ തോ കോൺസ ആപ്കോ കുछ ദിഖായി ദേത്താ ഹെ, കണ്ണട ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മൂഹ് ഫുല ധം സെ കോച്ച് മേ ധൻസ് ജാതി ഹെ, ദേഷ്യത്തോടെ മൂഹ് ഫുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖം വീർപ്പിക്കുക എന്ന് പറയുമല്ലോ, മുഖം വീർപ്പിച്ചുകൊണ്ട് ദേഷ്യമുള്ള മുഖത്തോട് കൂടിയിട്ട് ആ സോഫ സെറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാണ് ഇരിക്കുകയാണ്. ഓർ ചുപ്ചാപ്പ് സ്വെറ്റർ ബുന്നെ ലഗ്തി ഹെ, എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യാണ് സ്വെറ്റർ തുന്നുകയാണ്. ബസന്ത് ഹജാമത്ത് കാ സാമാൻ രഖ്താ ഹെ, ബസന്ത് ഷേവിങ്ങിനുള്ള സാധനം അവിടെ വെക്കുന്നു. ഫിർ അചാനക് ഉസ്കി ഓർ ദേഖുക, പിന്നെ പെട്ടെന്ന് അചാനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്, പെട്ടെന്ന് അവരുടെ നേരെ നോക്കുകയാണ്. ബസന്ത് പറയണം ഇത് തുമ്നെ ഫിർ മുഖ് ഫുലാലിയ നാറാസ് ഹോ ഗയി ഹോ, ബസന്ത് ചോദിക്കുകയാണ് നീ എന്തിനാ മുഖം വീണ്ടും വീർപ്പിച്ചത്, എന്നോട് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മധു വ്യംഗ്യസേ ഹൻസിക്കർ എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട്. നഹി മേ നാറാസ് നഹി, ഇല്ല ഞാൻ ദേഷ്യത്തിലൊന്നുമല്ല എന്ന് പറയാണ്. അപ്പം ബസന്ത് പറയാണ് തുമാരാ ഖയാലേക്ക് മേ ഇത്നാ മൂർക്ക് ഹോം ജോ യഹ് ബി നഹി പഹചാൻ സക്താ. അപ്പോൾ ചോദിക്കുകയാണ് ബസന്ത് നീ എന്താ വിചാരിച്ചത്, ഞാൻ ഇത്രയും മണ്ടനാണെന്നാണോ, അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കും എന്നാണോ നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മധു പറയാണ് ഉസി തരഹ് ഹൻസിക്കർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ചിരിയോട് കൂടിയിട്ട് പറയണത്, പുച്ഛിച്ച് ചിരിച്ചോട് പറയാണെന്ത് മേ കബ് കഹത്തി ഹും, ഞാൻ അതിനങ്ങനെ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബസന്ത് പറയാണ് സാമാൻ വൈസേ ഹി ചോടുക്കർ കുർസി കോം ഉസ്കി ഓർ ഘുമാത്തേ ഹുയെ, സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് കസേര മധുവിൻ്റെ നേരെ തിരിച്ചിടുകയാണ്. ഉസ്കി ഓർ ഘുമാത്തെ ഹുയെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേരെ തിരിച്ചിടുന്നു. मैंने तुमसे कितनी बार कहा है कि अपने भावों को छिपा लेने की निपुणता तुम्हें प्राप्त नहीं. അപ്പം ബസന്ത് പറയാണ് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഭാവം കോ ചിപ്പാ ലേനേക്ക് നിപുണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വികാരങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവ് തുമേം പ്രാപ്ത് നഹി, നിനക്കില്ല. തുമാരി ഉപേക്ഷ, നിൻ്റെ അവഹേളന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ അത്. തുമാര ക്രോധം, നിൻ്റെ ദേഷ്യം. തുമാരി സമസ്ത ഭാവനായി, നിൻ്റെ എല്ലാ വികാരങ്ങളും. തുമാരി ആകൃതി പർ പ്രതിബിംബ ഹോത്തി ഹേ, നിൻ്റെ രൂപത്തിൽ നിൻ്റെ മുഖത്ത് അത് നിഴലിക്കും എന്ന് പറയാണ്. അതായത് നിൻ്റെ മുഖത്ത് അത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറയാണ്. തുമേ മേരി ആദത്ത്
ആദത്തെയും ബുരി ലഗ്തി ഹെ, നിനക്ക് എൻ്റെ ശീലങ്ങൾ മോശമായിട്ട് തോന്നിയേക്കാം, തെറ്റായിട്ട് തോന്നിയേക്കാം. पर मैंने तुम्हें അന്ധേരെ മേ നെഹി രഖ, പക്ഷെ ഞാൻ നിന്നോട് അന്ധേരെ മേ നെഹി രഖ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വെച്ചില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പനെ സംബന്ധമേം അപ്പനെ സ്വഭാവക്കെ സംബന്ധമേം സബ് കുച്ച് ബത്താ ദിയാ ഥാ, എൻ്റെ എല്ലാ കാര്യങ്ങളും, എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സബ് കുച്ച് ബത്താ ദിയാ ഥാ, എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേനെ അപ്പനെ സബ് പത്തെ, എൻ്റെ എല്ലാ കാര്യങ്ങളും മധു മേസ് പർ രഖ് ദിയേ ഥേ, മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഉസി തരഹ് വ്യംഗ്യ സേ കഹ്കർ, ചിരിച്ചുകൊണ്ട്. മേ കബ് ഇൻകാർ കർത്തി ഹൂം, ഞാൻ എപ്പോഴാണ് അതിനില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ബസന്ത്. തുമാരി യഹ് ഹൻസി കിതിനി വിഷൈലി ഹെ, നിന്റെ ഈ ചിരി എത്ര ഒരു വിഷം നിറഞ്ഞതാണ് നിനക്കറിയോ. ഇസി തരഹ് ഘോൽ കർ തുമ്നെ അപ്പനെ സ്വാസ്ഥ്യ കാ സത്യനാശ് കർലിയ, അത് പറയാണെന്ത്, ഇതുപോലത്തെ വിഷം കലർത്തി നീ ചിരിച്ച് നീ നിന്റെ സ്വാസ്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യമാണ്, ആരോഗ്യമൊക്കെ നിന്റെ തന്നെ ആരോഗ്യം നീ നശിപ്പിക്കുകയാണെന്ന് പറയാണ്. മധു ചുപ് രഹത്തി ഹെ, മധു അപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. ബസന്ത് മേ തുമേം കിസ് പ്രകാർ വിശ്വാസ് ദിലാവും കി മേ സ്വയം സഫായി കാ ബഡാ സമർത്ഥക് ഹും, പറയാണ് ഞാൻ നിന്നെ ഇപ്പം എങ്ങനെയാണ് വിശ്വസിപ്പിക്കുക, ഞാൻ ശുചിത്വം സ്വയം പാലിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ നിന്നെ ഇപ്പം എങ്ങനെയാണ് ഒന്ന് വിശ്വസിപ്പിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പം മധു ഹൻസത്തി ഹെ, അപ്പം മധു ചിരിക്കുകയാണ്. ഇസ്മേം ക്യാ സന്ദേഹ ഹേ, ഇതിലിപ്പോൾ എന്താ ഇത്ര സംശയം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബസന്ത് പറയാണ് ഓർ മുझे സ്വയം ഗന്ദഗി പസന്ത് നഹി, അതുപോലെ തന്നെ എനിക്ക് അഴുക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറയാണ്. മധു സിർഫ് ഹൻസതി ഹെ, അപ്പോഴും മധു ചിരിക്കുക മാത്രം ചെയ്യാണ്. ബസന്ത് पर मैं तुम्हारी तरह अरिस्टोक्रेटिक वातावरण में नहीं पला और मुझे നജാക്കത്ത് നഹി ആത്തി, പറയാണെന്ത്, ഞാൻ നിന്നെപ്പോലെ വളരെ കുലീനമായൊരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരാളല്ല. മതാവരൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ്, പലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുക. മുझे നസ്തീക് നഹി ആത്തി, എനിക്ക് ഇങ്ങനത്തെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയണം. അരിസ്ട്രോക്രാറ്റിക് വാതാവരൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര റിച്ചായ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് അരിസ്ട്രോക്രാറ്റിക് വാതാവരൻ. ഹമാരെ ഘർ മേം സിർഫ് ഏക് തൗലിയ ഹോത്താ ഥാ, ഞങ്ങളെ വീട്ടിൽ ഒരേ ഒരു ടവലായിരുന്നു ഉണ്ടായിരുന്നത്. ഓർ ഹം ചെഹോം ഭായി ഉസേ കാമേൻ ലാത്തേ ഥേ, അതുപോലെ തന്നെ ഞങ്ങൾ 6 ബ്രദേഴ്സും അതാണ് യൂസ് ചെയ്തിരുന്നത് എന്ന് പറയാണ്. മധു പറയാണ് ആപ്പ് മുझे അരിസ്ട്രോക്രാറ്റ് കഹ്കർ മേരാ ഉപഹാസ് കർത്തേ ഹെ, നിങ്ങൾ എന്നെ അരിസ്ട്രോക്രാറ്റ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണോ. മേം കബ് കഹ്തി ഹൂം 10 തൗലിയെ ഹൂം, ഞാൻ എപ്പോഴാണ് പറഞ്ഞത് 10 ടവൽസ് ഒക്കെ യൂസ് ചെയ്യാനെന്ന് പറയാണ്. ബസന്ത് 10 और किस तरह होते हैं, नहाने का अलग, हजामत बनाने का अलग, हाथ मुँह पोंछने का अलग, और फिर तुम्हारे और मदन के, പറയാണെന്ത് 10 അല്ലാതെ എന്താ ഉദ്ദേശിക്കുന്നത്, കുളിക്കാനൊന്ന്, ഹജാമത്ത് ബനാന പറഞ്ഞാൽ എന്താ ഷേവ് ചെയ്യാനൊന്ന്, ഹാത്ത് മൂഹ് പോഞ്ചിനേക്കാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും മുഖമൊക്കെ തുടയ്ക്കാനൊന്ന്, പിന്നെ നിൻ്റെയും മദൻ്റെയും വേറെ വേറെ. മധു പഹലോ ബദൽക്കർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പരിഹസിച്ചുകൊണ്ട്. ലേക്കിൻ മേം പൂജ്തി ഹൂം ഇസ്മേ ദോഷ് ക്യാ ഹെ, അപ്പം പറയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിലെന്താണ് ഒരു ദോഷം എന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് പറയണം. ജബ് ഹം ഖരീദ് സക്തേ ഹേ തോ ക്യോ ന 10 തൗലിയെ രഖേം, നമുക്കത് വാങ്ങിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ 10 ടവലൊക്കെ വെച്ചാൽ. കൽ പരമാത്മാ ന കരേ ഹം ഇസ് യോഗ്യ ന രഹേ मैं आपको दिखा दूँ कि किस तरह गरीबी में भी सफाई रखी जा सकती है, പറയാണെന്ത്, നാളെ ദൈവം സഹായിച്ച് അങ്ങനെ വരാതിരിക്കട്ടെ, നമുക്കങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ദാരിദ്ര്യത്തിലും വൃത്തിയോടെ ജീവിക്കുക എന്നുള്ളതെന്ന് പറയാണ്. തൗലിയെ ന സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവലില്ലെങ്കിലും, ഖാദിക്ക് അങ്കോച്ചെ സഹി പറഞ്ഞു കഴിഞ്ഞാൽ ഖാദീൻ്റെ തോർത്തില്ലെങ്കിലും, കൊയ് പുരാനി ധുരാനി പർ ഉജ്ലി ചാദർ യാ ധോത്തി കി ടുക്കടെ സഹി പറഞ്ഞു കഴിഞ്ഞാൽ പഴകിയതും കീറിയതും വൃത്തിയുള്ളതുമായിട്ടുള്ള ചാദർ യാ ധോത്തി പറഞ്ഞു കഴിഞ്ഞാൽ വിരിയോ തോർത്തോ അതിൻ്റെ എന്തെങ്കിലും കഷ്ണമാണെങ്കിൽ പോലും കുച്ച് ഭീ രഖാ ജാ സക്താ ഹെ, അതാണെങ്കിൽ പോലും ദാരിദ്ര്യത്തിൽ എനിക്ക് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറയാണ്. ലേക്കിൻ ജിസ് തൗലിയെ സേ കിസി ദൂസരെ ന ബദൻ പോഞ്ചാ ഹോ ഉസ്സെ കിസ് പ്രകാർ അപ്പന ശരീർ പോഞ്ച് സക്താ ഹെ, ചോദിക്കുകയാണെന്ത്, ഒരു ടവൽ യൂസ് ചെയ്തിട്ട് മറ്റൊരാളെ അയാളുടെ ശരീരം തുടയ്ക്കുന്നത് വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ശരീരം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയെന്ന് ചോദിക്കുകയാണ്. ബസന്ത് പറയണം മേ കഹ്താ ഹും ഹം ചെഹ് ബായി ഏക് ഹി തൗലിയെ സേ ബദൻ പോച്ച്തേ രഹേ, ഞാൻ പറയുന്നത് ഞങ്ങൾ 6 ബ്രദേഴ്സും
ഒരു ടവൽ യൂസ് ചെയ്തിട്ടാണ് ശരീരം തുടച്ചിരുന്നത്. മധു ലേക്കിൻ ബിമാരി, പക്ഷേ അപ്പം അസുഖം ചോദിക്കുകയാണ്. അപ്പോൾ ബസന്ത് പറയാണ് ഹമ്മേ സെ കിസി കോ കോയി ബിമാരി നെഹി ഹുയി, ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും വന്നിട്ടില്ല എന്ന് പറയാണ്. മധു പറയാണ് പർ ചർമ്മരോഗം, പക്ഷേ എന്തെങ്കിലും സ്കിൻ ഡിസീസൊക്കെ വരികയാണെങ്കിലോ എന്ന് പറയാണ്. ബസന്ത് तुम्हें और मदन को तो कोई बीमारी नहीं और फिर रोग इस तरह नहीं बढ़ता. പറയാണെന്ത്, നിനക്കും മദനും ഒരു അസുഖവും ഇല്ല, പിന്നെ അസുഖം ഇങ്ങനെയല്ല വളരുന്നത് എന്ന് പറയാണ്. രോഗ ബഡ്താ ഹേ കംസോരീസെ പറയാണ്, രോഗം വളരുന്നത് നമ്മളെ ദുർബലത കൊണ്ടാണെന്ന് പറയുന്നത്, നമ്മളെ ശരീരം വീക്കാവുന്നത് കൊണ്ടാണ് രോഗമൊക്കെ വരുന്നത് എന്ന് പറയാണ്. जब हमारे शरीर में रोग से लोहा लेने वाले कीटाणु कम हो जाते हैं തബ് നമ്മളെ ശരീരത്തിൽ രോഗത്തിനോട് പ്രതിരോധിക്കാനുള്ള കീടാണുക്കൾ കുറയുമ്പോഴാണ് ഇത് വരുന്നതെന്ന് പറയാണ്. ചൂഹ സൈദൻ ഷാഹ് കി ബാത് ജാൻതി ഹോ, ഇപ്പം ചൂഹ സൈദൻ ഷാഹിൻ്റെ കഥ നിനക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. മധു പറയാണ് ചൂഹ സൈദൻ ഷാ. ബസന്ത് പറയാണ് शिकार करने के विचार से कुछ अफसर चूहा सैदൻ ഷാഹ് ഗए. അപ്പോൾ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഓഫീസേഴ്സ് ചൂഹ സൈദൻ ഷാഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അമേരിക്കയ്ക്ക് റാക്ക് ഫൈലർ ട്രസ്റ്റ് കെ കുച്ച് ഡോക്ടർ ഭീതെ, അതിൽ അമേരിക്കയിലുള്ള റാക്ക് ഫൈലർ ട്രസ്റ്റിലുള്ള കുറച്ച് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ലഞ്ച് കെ സമയം ഉനയും പാനിക്ക് ആവശ്യകത പടി, അപ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യകത വന്നു, വെള്ളം ആവശ്യമായിട്ട് വന്നു. ബൈരനെ ആക്കർ ബത്തായ കി ഗാവ് മേം കോയി കുവാ നഹി ലോഗ് ജോഹഡ് കാ പാനി പീത്തെ ഹെ. അപ്പം ബൈര വന്നിട്ട് പറഞ്ഞു എന്ത്, ഗ്രാമത്തിൽ കിണറുകളൊന്നുമില്ല. കുവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറുകൾ, ആളുകൾ ലോഗ് പറഞ്ഞ ആളുകൾ, ജോഹഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളമാണ്, മഴക്കുഴിയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ വെള്ളമാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞു. ഡോക്ടറോക്കോ വിശ്വാസനായ, ഡോക്ടർമാർക്ക് അതിലൊരു വിശ്വാസമായില്ല. ക്യോങ്കി ജോഹഡ് കാ പാനി മൈലാ ഖീജ്രാധ. അപ്പോൾ പറയുകയാണെന്ത്, ഈ കുഴിവെള്ളം എന്ന് പറയുന്നത് അഴുക്ക് നിറഞ്ഞതാണെന്ന് പറയാണ്. ऐसी कोई ही बीमारी होगी जिससे कीड़े उस पानी में न हो और चूहा सैदन शाह के जाट हष्ट पुष्ट लंबे तगड़े. പറയാണെന്ത്, ബീമാരി ഇങ്ങനെ രോഗമൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇതിലുള്ള വെള്ളം അങ്ങനെ തന്നെയാണ്. പിന്നെ ചുഹ സൈദൻ ഷാഹിലുള്ള ആൾക്കാരൊക്കെ നല്ല ഹഷ്ടപുഷ്ടി പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടും ലംബൈ തകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരൊക്കെയാണെന്ന് പറയണം. മധു तो क्या आप चाहते हैं हम जोहड़ का पानी पीना शुरू कर दे ചോദിക്കുകയാണെന്ത്, നിങ്ങൾ എന്താ പറയുന്നത്, നമ്മൾ ഇനി കുളത്തിലെ വെള്ളം കുടിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഹൻസ് തിഹച്ചിരിക്കുകയാണ്. അപ്പോൾ ബസന്ത് പറയാണ് ഉടുക്കർ കമരേമേയും ഘൂംതാ ഹുവ, ഉള്ളിലേക്ക് പോയിക്കൊണ്ട് പറയാണ് तो मिस बात पर अपने विषाक्त हंसी बिखेर सकती हो, നീ ഏതൊരു കാര്യത്തിനാണെങ്കിലും നിന്റെ ഈ ഒരു വിഷം നിറഞ്ഞ പോലെ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. इसके सामने रुककर, അവളുടെ മുന്നിൽ നിൽക്കുകയാണ്. लेकिन तुम्हें मालूम हो कि अमेरिका के डॉक्टर वही रहे. എന്നിട്ട് പറയാണ് നിനക്കറിയോ അമേരിക്കയിലുള്ള ഡോക്ടേഴ്സ് അവിടെ തന്നെ നിന്നു. ഏക ജാട്ട് കെ രക്തക്ക ഉനെ വിശ്ലേഷൺ കിയ, ഒരു ജാട്ടിൻ്റെ ബ്ലഡ് അവരെന്ത് ചെയ്യും, അവർ എക്സാമിൻ ചെയ്തു. मालूम हुआ कि उसमें रोग का मुकाबला करने वाले लाल कीटाणु रोग की मदद करने वाले कीटाणुओं से ही ज़्यादा है. എന്നിട്ട് പറയാണെന്ത്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി രോഗത്തിനോട് കോമ്പീറ്റ് ചെയ്യുന്ന രോഗാണുക്കൾ രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളെക്കാട്ടിയും കൂടുതൽ ആണ് എന്നുള്ളത്. തബ് ഉനോനെ ബഹാം കെ ലോഗോं की खुराक का निरीक्षण किया. അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ചു, ഡയറ്റ് ഒന്ന് നിരീക്ഷണം കിയ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ശ്രദ്ധ നൽകി. പത്താ ചലാക്കി വേ അധികതർ ദഹി ഓർ ലസ്സി കാ പ്രയോഗ കർത്തേ ഹെ. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി ഈ ആളുകൾ കൂടുതലും ദഹി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ തൈര് നെയ്യ് എന്നൊക്കെ പറയുന്നത്, അത് ദഹി, അതും ലസ്സിയൊക്കെ അധികം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓർ ദഹി മേ ബഹുത് സി ബീമാരിയോങ്ക് കീടാണുക്കോ മരണേക്കാ ശക്തി. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന കീടാണുക്കളെയൊക്കെ കൊല്ലാൻ പറ്റുന്ന ശക്തി അതിനുണ്ട്. ബിമാരിക്ക മുക്കാബല ഇൻ നജാക്കത്വം, രോഗത്തെ നേരിടാൻ വേണ്ടിയിട്ട് നജാക്കത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മത, അതുപോലെ തന്നെ നഫാസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
മനോഹര, അതായത് ഈ ഒരു നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇവളോട് പറയാണെന്ത്, നമ്മളെ മധുവിനോട് പറയാണ് രോഗത്തിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളോടുള്ള ഈ ബ്യൂട്ടിഫിക്കേഷനോ ഒന്നും അല്ല, ബल्कि शरीर में ऐसी शक्ति पैदा करने से होता है जो रोग के आक्रमण का പ്രതിരോധ कर सके. പറയാണെന്ത്, നമ്മളെ ശരീരത്തിൽ ശക്തി ഉണ്ടാക്കി കൊടുക്കുക, നമ്മളെ ഇത്തരത്തിലുള്ള രോഗത്തിനെ ആക്രമിക്കാനുള്ളൊരു പ്രതിരോധ ശക്തി വരാൻ വേണ്ടിയിട്ട്. ഫിർ ഘൂമനെ ലഗ്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തിരിഞ്ഞു നടക്കുകയാണ്. മധു, മേനെ ചൂഹാ സൈദൻ ഷാഹ് കി ബാത്ത് സുൻലി, ഞാൻ ഈ കഥ കേട്ടു, ചൂഹാ സൈദൻ ഷാഹിൻ്റെ കഥ ഞാൻ കേട്ടു. मैले तौलियों से शरीर में लाल कीटाणु फैले या श्वेत, मुझे इससे मतलब नहीं. मैं तो इतना जानती हूँ कि बचपन ही से मुझे सफाई पसंद है. മാമാജി പറയണത്, എനിക്കറിയില്ല വൃത്തിയില്ലാത്ത ശരീരത്തിൽ നിന്ന് എന്താ പറയുക, നമ്മൾ ലാൽ കീടാണു ഫൈലെ യാ ശ്വേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് കീടാണുക്കളാണോ അല്ലെങ്കിൽ വെള്ളയാണോ വളരാന്നൊന്നും എനിക്കറിയില്ല. അതായത് നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ പറയുമല്ലോ, അതാണോ ഏതാണ് വളരുന്നൊന്നും എനിക്കറിയില്ല. മുझे इसमें मतलब नहीं, എനിക്കത് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. मैं तो इतना जानती हूँ कि, എനിക്ക് ഇത്രേ അറിയുള്ളൂ. ബച്പൻ में मुझसे सफाई पसंद है, എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് തന്നെ വൃത്തി നല്ല ഇഷ്ടമാണ്. ബസന്ത്, മേസ് കി കോണി കാ സഹാര ലേക്കർ, മേശേൻ്റെ ഒരു അരികിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് എന്ന് പറയാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. തുമ്നെ ഫിർ അപ്നെ മാമ ഓർ മൗസ കി കഥ ചേടി, നീ വീണ്ടും നിൻ്റെ മാമൻ്റെയും മാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ തന്നെ, മൗസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയാണ്, അമ്മായിൻ്റെയും കഥാ ചേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തുടങ്ങി. മണവേ വിലായത്ത് ഹോ ആയേ ഹെ, ശരിയാണ് അവർ വിദേശത്ത് പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കിന്തു ഇസ്കാ യഹ് മത്ലബ് തോ നഹി കി ജോ വേ കഹത്തെ ഹേ വഹ് വേദവാക്യ ഹെ. അപ്പോൾ പറയുകയാണെന്ത്, അവർ വിദേശത്തേക്ക്, വിലായത്ത് പറഞ്ഞാൽ വിദേശമാണ്, അപ്പോൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് ഇങ്ങനൊരു അർത്ഥമല്ല, അവർ പറയുന്നതൊക്കെ ശരിയാണ്, അവർ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. വേദവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ, അതന്നെ വേദവാക്യാക്കി എടുക്കുക എന്നൊക്കെ പറയല്ലോ, അപ്പോൾ അതന്നെയാണ് ശരി എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. उस दिन तुम्हारे मौसा आए थे, उन्होंने हाथ धोए तो मैंने कहीं भूल से तौलिया പേഷ് കർ ദിയ. അപ്പോൾ പറയാണ്, നിൻ്റെ മാമൻ ഒരു ദിവസം വന്ന സമയത്ത് അദ്ദേഹം കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടവൽ എടുത്തിട്ട് കൊടുത്തു. മധുക്കെ പാസ് ചാക്കർ, എന്നിട്ട് പറയാണ്, മധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഉളോനെ ദാന്ത് നിപ്പോർ ദിയെ, അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയണത്, പല്ലിളിച്ചു. നക്കൽ ഉത്താർത്തെ ഹുയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യം തന്നെ എന്ത് ചെയ്യാണ്, അനുകരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആർക്ക്, മധുവിന്. എന്നിട്ട് പറയാണ്, മേൻ കിസി ദൂസരേക്ക് തൗലിയേസെ ഹാത്ത് നെഹി പോയിച്ചിത്ത, അയാൾ പറയുകയാണപ്പോൾ ഞാൻ വേറൊരാളെ ടവൽ യൂസ് ചെയ്തിട്ട് തുടയ്ക്കാറില്ല എന്ന് പറയാണ്. ഓർ വേ അപ്പനെ റുമാൽ സെയിം ഹാത്ത് പോഞ്ചിനെ ലഗി, എന്നിട്ട് അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അയാളെ സ്വന്തം കർച്ചീഫ് യൂസ് ചെയ്തിട്ട് തുടയ്ക്കാൻ തുടങ്ങി. മേം പൂച്ച്താഹും अगर वे तौलिए से हाथ पोंछ लेते तो उन्हें कौन सी बीमारी चिमट जाती. അപ്പോൾ ബസന്ത് ചോദിക്കുകയാണ്, അത് ഞാനിപ്പോൾ കൊടുത്തിരുന്ന ആ ടവൽ യൂസ് ചെയ്തിട്ട് കൈ തുടച്ചിരുന്നെങ്കിൽ അയാൾക്കിപ്പോൾ എന്ത് രോഗം വരാനായിരുന്നു എന്ന് പറയാണ്. അപ്പം മധു പറയാണ്, അബിയഹുത്തോ, അതിപ്പോൾ എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ. അപ്പോൾ ബസന്ത് പറയാണ്, ഓർ തുമാരേ മാമാജി, പിന്നെ നിൻ്റെ മാമാജി വാപ്പസ് ജാക്കർ ഫിർ മേസ് പർ ബൈറ്റ് ജാത്ത ഹെ, വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാണ്, മേശപ്പുറത്ത് ഇരിക്കുകയാണ്. തുമ്ഹാരെ ജാനെ കി ബാദ് ഏക് ദിൻ മേ ഉൻകെ യഹാ ഗയ, നീ പോയ ശേഷം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോയിരുന്നു. രാത്ത് വഹി രഹ, രാത്രി അവിടെയാണ് താമസിച്ചത്. ദൂസരെ ദിൻ മുജെ സീതെ ദഫ്തർ ആനാഥ, അടുത്ത ദിവസം എനിക്ക് വേഗം ഓഫീസിലേക്ക് പോകണമായിരുന്നു. കഹനെ ലഗി ഹജാമത്ത് യഹി ബനാലു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് തന്നെ ഷേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. മേനെ കഹാ മേ ഏക് ദിൻ ചോടുക്കർ ഹജാമത്ത് ബനാത്താ ഹൂം, മുझे कोई ऐसी ज़रूरत नहीं. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം വിട്ടിട്ടാണ് ഷേവ് ചെയ്യാറുള്ളത്, എനിക്കത് അത്ര അത്യാവശ്യമായിട്ട് വരാറില്ല എന്ന് പറയാണ്. ജബ് ഉനേം അനുരോധ് കിയാത്തോ മേനേം കഹ അച്ഛാ ബനായേ ലേത്താഹും, അപ്പം അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ, അനുരോധ് കിയ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, അപ്പം അദ്ദേഹം നിർബന്ധിച്ചപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
तब वे एक निकृष्ट सा रेसर ले आए और कहने लगे नकल उतारते हुए. അപ്പം ഇദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു, ഒരു റേസർ എടുത്തിട്ട് വന്നു. എന്നിട്ട് പറയുകയാണ് നക്കൽ ഉതാർത്തെ ഹുയി എന്ന് പറഞ്ഞാൽ അതേപോലെ അനുകരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. മേ അപ്പനെ റേസർ സെ കിസി ദൂസരേക്കോ ഹസാമത്ത് നഹീം ബനാനയിലെത്താം. ഞാൻ എൻ്റെ റേസർ വേറൊരാൾക്ക് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറില്ല. ഇസ്ലിയെ മെനെ മെഹമാനോം കെ ലിയെ ദൂസരാ റേസർ രഘു ചോടാഹെ. അപ്പം പറയാണ്, ഞാൻ എൻ്റെ റേസർ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മെഹമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗസ്റ്റിനാണ് മെഹമാൻ എന്ന് പറയാം. ഗസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദൂസരാ റേസർ മറ്റൊരു റേസർ വച്ചിട്ടുണ്ടെന്ന് പറയാണ്. ക്രോധിക്കെ മാരെ മേരാ രക്ത് ഘൗൽ ഉട. ദേഷ്യം കൊണ്ട് എൻ്റെ രക്തം മൊത്തം തിളച്ചു. അതായത് ചോര തിളക്കിയെന്ന് പറയില്ല, ദേഷ്യം കൊണ്ട് എൻ്റെ രക്തം തിളച്ചു. ലേക്കിൻ അപ്പനെ ആപ്കോ റോക്കർ, ഞാൻ എന്നെ സ്വയം നിയന്ത്രിച്ചിട്ട് मैंने केवल इतना कहा, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. രഹനെ ദീജിയെ മെം ഘർ ജാക്കർ ഷേവ് കർ ദൂങ്ക. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അയാളോട് പറഞ്ഞു നിങ്ങളെന്നെ വെച്ചോളൂ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഷേവ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പം മധു പറയാണ് മാമാജി. അതിപ്പം നമ്മളിങ്ങനെ പറയില്ലേ മാമാജി പറയാൻ തുടങ്ങുകയാണ്. അപ്പം തന്നെ ബസന്ത് പറയാണ് അപ്പനി ബാത്ത് ജാരി രഖ് ദീജിയെ അപ്പനെ ബാത്ത് ജാരി രഖ്തേ ഹുയെ. അയാൾ പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇസ് പർ ഷായദ് ഉനേം മെഹസൂസ് ഹുവാ കി മുജെ ഉൻകി ബാത്ത് ബുരി ലഗി. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പം അയാൾക്ക് തോന്നിക്കാണണം ഞാൻ പറഞ്ഞത് എന്തോ മോശമായിട്ട് തോന്നിക്കാണണം. ഓർ ഉനോനെ മുജെ അപ്നെ ഹി റേസർ സെ ഹജാമത്ത് ബനാനെ പർ വിവശ് കർ ലിയ. അതുകൊണ്ട് തന്നെ അയാളെ ഷേവിങ് സെറ്റിൻ്റെ എടുത്തിട്ട് എനിക്ക് തന്നിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. കിന്തു മേരെ ഹജാമത്ത് ബനാനെ കെ ബാദ് മേരെ ഹി സാമനെ ബ്ലേഡ് ഉനോനെ लॉन में फेंक दिया और नौकर से कहा कि रेज़र को സ്റ്റെറിലൈസ് कर दीजिए. അപ്പം അങ്ങനെ ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹജാമത്ത് ബനാനയ്ക്ക് ബാദ് പറഞ്ഞ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേരെ ഹി സാമനെ പറഞ്ഞ എൻ്റെ തന്നെ മുന്നിൽ വെച്ചിട്ട് ബ്ലേഡ് അദ്ദേഹം ലോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുൽത്തകിട്ടൊക്കെ ഉണ്ടാവില്ല അവിടേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് നൗക്കർ സേ കഹ, വേലക്കാരനോട് പറഞ്ഞു റേസർ കോ സ്റ്റെറിലൈസ് കർലായി, ഈ റേസർ പോയിട്ട് വേഗം സ്റ്റെറിലൈസ് ചെയ്യുമെന്ന് ജോലിക്കാരനോട് പറഞ്ഞു. നക്കൽ ഉതാർത്തെ ഹുയി മാമാജി. അപ്പം എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അതൊക്കെ അനുകരിച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാണ് മധു പറയാണ് മേ കഹത്തി ഹൂം, ഞാൻ പറയട്ടെ ആപ് ഉൻകെ സ്വഭാവ് സേ പരിചിത് നഹി ആപ്കോ ലഗ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് എന്ന് പറയാണ്. സ്വച്ഛത കി ഭാവന ഭി കാവ്യ ഓർ കലാ ഹി കി ഭാന്തി. ഇപ്പോൾ പറയാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്, സ്വച്ഛത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനാണ്. ഈ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു പോയമോ അല്ലെങ്കിൽ ഒരു കലയൊക്കെ പോലെ തന്നെയാണെന്ന് പറയാണ്. വടാ നാസുക് സാ ഫർക്ക് ഹെ, അത് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. യദി ഹമേം ജീവൻ കാ സാമന കർണാ ഹെ തോ റോസ് ഗന്ദഗി സെ ദോ ചാർ ഹോനാ പടേഗ. നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് അഴുക്കുമായിട്ട് എന്തായാലും ഒന്ന് ഇടപഴകേണ്ടി വരും. ഫിർ ഇസേ ഘൃണ കൈസി, പിന്നെ നമുക്ക് അതിനെ എങ്ങനെയാണ് വെറുക്കാൻ പറ്റുന്നത്. ജിൻ ഗരീബോങ്കോ തും അപ്പനെ ബരാമതേക്ക് ഫറഷ് പർ ഭി പാവ് ന രഖ് ദോ മേ ഉൻകെ പാസ് ഗണ്ടോ ബൈറ്റ് സക്താ ഹും. ഏത് ദരിദ്രരാണോ നീ നിന്റെ വരാന്തയിൽ അവരുടെ കാല് പോലും ഒന്ന് സ്പർശിക്കാൻ സമ്മതിക്കാത്തത്, അവരുടെ കൂടെ എനിക്ക് മണിക്കൂറുകളോളം ചെലവഴിക്കാൻ സാധിക്കും. മധു ഹൻസതീഹം, മധു ചിരിക്കുകയാണ്. ബസന്ത് പറയാണ് और मैंने ऐसे गंदे इलाकों में जीवन के निरंतर कई वर्ष बिताए हैं जहाँ तुम्हारी स्वच्छता की सनक तुम्हें गुजरने तक न दे समझी. എന്നിട്ട് പറയാണ് നിനക്ക് നിന്റെ ശുചിത്വത്തിനെ ഒന്ന് കയറ്റാൻ പോലും പറ്റാത്ത അത്രയും അഴുക്ക് നിറഞ്ഞ പ്രദേശത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ വർഷം ചെലവഴിച്ചതെന്ന് പറയാണ്. മനസ്സിലാക്കിക്കോന്ന് പറയാം. സംജീതണ്ണ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. മധു പറയാണ് വഹീം ബൈട്ടി ഓർ വൈസേ ഹി സ്വെറ്റർ ബുൺതേ ഹോയി. മധു അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, സ്വെറ്റർ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. പറാബത്തോ ആപ്പ് വിപന്ന നെഹി, എന്നിട്ട് പറയാണ് നിങ്ങൾ പക്ഷേ ഇപ്പോൾ ദരിദ്രനല്ലല്ലോ, വിപന്ന എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. അബത്തോ ആപ്പ് ഗന്ധ ഇലാക്കോമേം നെഹി രഹത്തെ, അതുപോലെ തന്നെ നിങ്ങളിപ്പം ഈ അഴുക്ക് നിറഞ്ഞ പ്രദേശത്തുമല്ല ജീവിക്കുന്നത്. വിപന്നതാക്കി വിവശതാക്കോമേം സമജ് ശക്തിഹും, ഈ ദാരിദ്ര്യത്തിൻ്റെ ആ വിവശതയ്ക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കിന്തു ഗന്ധേപൻ കാ സ്വഭാവം മേരി സമജ് സെ ദൂർ കി വസ്തു ഹെ, പക്ഷെ ഈ അഴുക്കിൻ്റെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും ദൂരെയുള്ളൊരു കാര്യമാണെന്ന് പറയണം. ബസന്ത് പറയാണ് അപ്പോൾ തുമാരെ വിചാരമേ മേ സ്വഭാവ് സെ ഗന്ധാഹും. അപ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ നിന്റെ ചിന്താഗതി പ്രകാരം എൻ്റെ സ്വഭാവം അഴുക്കാണ് എന്നാണോ നിന്റെ വിചാരം എന്ന് ചോദിക്കുകയാണ്.
മധു ഉസി വിഷൈലി ഹസിക്ക് സാദ് മധു അതേ ഒരു വിഷച്ചിരി കൊണ്ട് ചോദിക്കുകയാണ് മേ കബ് കഹത്തി ഹും ഞാൻ അതിനെ എപ്പോഴാ പറഞ്ഞത്. ബസന്ത് പറയണേ ഘടാ ഹോ ജാതാ ഹെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ബസന്ത്. ऐसे दिन मुझ पर आए हैं जब एक बनियान पहने मुझे कई दिन गुजर जाते. നിനക്കറിയോ ഞാൻ ഒരേ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ദിവസം തള്ളി നീക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. उसे धोने तक का अवकाश न मिलता था और अब मैं दिन में दो बार मुझ पर आए हैं जब एक बनियान बदल लेता हूँ. പറയാണ് അന്ന് എനിക്ക് ആ ഒരു ബനിയൻ അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഒന്ന് അലക്കാൻ പോലുള്ള സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷെ അതിപ്പോൾ ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യമാണ് മാറ്റുന്നത്. മധു ഉസി ഹസി കേസ് അതേപോലെ ചിരിച്ചിട്ട് മേ കബ് കഹത്തി ഹും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, ഞാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. വസന്ത് പറയാണ് സ്വച്ഛത ബുരി നഹി, ശുചിത്വം അല്ലെങ്കിൽ വൃത്തി എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. पर मुझे तुम तो हर चीज़ को सनक की हद तक पहुंचा देती है. നീ പറയാണ് നീ ഓരോ കാര്യവും വളരെ അതിര് കവിയുന്നു എന്ന് പറയാണ്. और सनक से मुझे चिढ़ है, ഈ ഒരു അതിര് കവിയുന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയാണ്. फिर कमरे में घूमने लगता है, എന്നിട്ട് ഈ റൂമിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാണ്. ബനിയായിനോം ഓർ തൗലിയോം കി കൈദ് മേനെ മാൻ ലി, എന്നിട്ട് പറയാണ് ഈ ഡ്രസ്സുകളും ടവലൊക്കെ മാറ്റുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. कि तो यदि मैं गलती से बनियाइन न बदल पाऊँ या गलत तौलिए ले लूँ तो इसका यह मतलब तो नहीं कि मेरे स्वभाव पर तुम्हें मुंह फुलाकर बैठ जाना या अपनी विशाली हंसी बिखेरनी चाहिए. പറയാണ് എനിക്ക് അതിനോടൊരു പ്രശ്നമില്ല, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഒരു അബദ്ധവശാൽ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റാതിരിക്കുകയെ അല്ലെന്നുണ്ടെങ്കിൽ അഥവാ ഒരു അബദ്ധവശാൽ ഞാൻ എൻ്റെ ടവൽ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയണത് അതിനിങ്ങനൊരു അർത്ഥമല്ല. എൻ്റെ സ്വഭാവത്തിൽ നീ വെറുതെ മുഖം വീർപ്പിച്ചിരിക്കുക, അതേപോലെ എൻ്റെ പ്രവൃത്തികളോടൊക്കെ നീ ഇങ്ങനെ വെറുതെ വിഷം നിറഞ്ഞ ചിരിച്ചിരിക്കുക, അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ അബദ്ധവശാൽ ചിലപ്പോൾ അതൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവാം എന്ന് പറയാണ്. ബസന്ത് റേഡിയോ കെ പാസ് റേഡിയോൻ്റെ അടുത്ത് നിന്ന് तुमने अपने आप को इन मिथ्या बंधनों में इतना जकट लिया है कि मेरा ज़रा सा खुलेपन भी तुम्हें अगरता है. പറയാണ് നീ നിൻ്റെ ഓരോരോ ഈ മിഥ്യാധാരണകളിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്നത് കാരണം എൻ്റെ ഏതൊരു പ്രവൃത്തിയും ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ നിന്നെ വിഷമിപ്പിക്കുന്നു എന്ന് പറയാണ്. अपने सिद्धांतों को तुमने സനക് കി ഹദ് തക്ക് പഹുഞ്ചാ ദിയാ ഹെ ഊഷി ഓർ നിമ്മോ. അപ്പോൾ പറയാണ് നീ നിൻ്റെ സിദ്ധാന്തങ്ങളെ, നീ നിൻ്റെ ഓരോ ഐഡിയോളജീസിനെയൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അവർ ഊഷീൻ്റെയും നിമ്മോൻ്റെയും ഓരോ കാര്യങ്ങൾ പറയാണ്. മധു ബുന്ന ചോട് ദേത്തി ഹെ, അപ്പം മധു എന്ത് ചെയ്യാണ്, തുന്നുന്നത് എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. ആപ്പിനെ ഫിർ ഊഷി ഓർ നിമ്മോ കി ബാത്ത് ചലായി. ഊഷി ഓർ നിമ്മോ എന്നിട്ട് പറയണം, ഊഷി നിമ്മോ 2 ക്യാരക്ടേഴ്സാണ് കേട്ടോ. എന്നിട്ട് പറയാണ് നിങ്ങൾ വീണ്ടും ഊഷീൻ്റെ നിമ്മോൻ്റെയും കാര്യം പറഞ്ഞു. ഊഷി ഓർ നിമ്മോ. ബസന്ത് ഹൻസത്തെ ഹുയി ചിരിച്ചുകൊണ്ട് കൽ മിൽ ഗയി ബാസാർ മേ, ഞാൻ ഇന്നലെ അവരെ ബാസാറിൽ വെച്ചിട്ട് കണ്ടു. ബാസാർ പറഞ്ഞാൽ മാർക്കറ്റാണ്, മാർക്കറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മേനെ പൂച്ച നിമ്മോ ആയി നഹി തും ഇത്തനെ ദിനോസേ, ഞാൻ അവരോട് ചോദിച്ചു നിമ്മോ നിങ്ങൾ ഇത്രയും ദിവസം എന്താ വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കഹനെ ലഗി ഹംകോ ചച്ചി സേ ഡർ ലഗ്താ ഹെ, എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ചച്ചീനെ പേടിയാണെന്ന് പറഞ്ഞു അവർ. ഹൻസത്താഹെ ചിരിക്കുകയാണ്. അപ്പം മധു പറയാണ് ഉസി വിഷയിലെ ഹസീക്കെ സാത്ത് മേ ഉസേ ഘാ ജാത്തി ഹോ, എന്നിട്ട് ആ ഒരു എന്താ പറയുക ആ വിഷച്ചിരിയോട് കൂടിയിട്ട് പറയാണ് ഞാൻ അവരെ തിന്നുകയാണല്ലോ എന്ന് പറയാണ്. വസന്ത് ടിപ്പോയി കെ പാസ് സേ, ടിപ്പോയിൻ്റെ അടുത്തുനിന്ന് ഘാവോഗി തോ തും ക്യാ പർവേ ബച്ചിയാ ഹെ, കഴിക്കുകയാണെങ്കിൽ നിനക്കെന്താ, അവർ പക്ഷെ കുട്ടികളാണല്ലോ എന്ന് പറയാണ്. അപ്പം മധു ബച്ചിയാ, ഓ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. ബസന്ത് ഉസ്കെ വ്യംഗ്യ കോ സുനാ അൻസുനാ കർക്കെ തിപ്പോയി പർ ബൈഠത്തെ ഹുയി, അദ്ദേഹം അതായത് മധുവിൻ്റെ ഈ കളിയാക്കലൊക്കെ കേട്ടും കേൾക്കാത്ത പോലെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ടിപ്പോയിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഹൻസന ഉൻകാ സ്വഭാവ് ഹെ, ചിരിക്കുന്നത് അവളുടെ ഒരു സ്വഭാവമാണ്. വേ ഹസേഗി തോ ബേവാത്ത് കി ബാത്ത് पर हंसेगी और तुम्हारा
കേറ്റ് ബസ് ദബേ ദബേ ഖുട്ടേ ഖുട്ടേ ഫിറോ ഓ. അപ്പോൾ പറയുകയാണെന്ത്, അവർ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനും ചിലപ്പോൾ ചിരിക്കും, പക്ഷെ നിന്റെ ഈ മര്യാദയൊക്കെ വെറും എന്നിട്ട് അങ്ങനെ പറയുകയാണ്. അതായത് അവളെപ്പോഴും അങ്ങനെയാണ് ചിരിക്കാറ് എന്ന് പറയാണ്. ബേസാരി സെ സിർ ഹിലാക്കർ ഉട്ടായ. അപ്പം എന്ത് ചെയ്യാണ്, ബസന്ത് തല ഉയർത്തിയിട്ട് എണീക്കുകയാണ്. ജോ ആദ്മി ജി ഭർ ഘാ പി നഹി സക്ത ഹൻസ് 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 നഹി സക്ത വഹ് ജീവൻ മേം കർഹി ക്യാ സക്ത ഹെ. അപ്പം പറയാണ്, ഒരു വ്യക്തിക്ക് മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാൻ പറ്റാതെ, ചിരിക്കാൻ പറ്റാതെ അയാൾ ജീവിതത്തിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ചിന്താവും ഓർ ആപത്തിയും കെ ബന്ധൻ ഹി ക്യാ കം ഹെ. ചിന്തകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ബന്ധനത്തിൽ എന്ത് ചെയ്യാനാണ് അവർ. ജീവൻ കോ ശിഷ്ടാചാർ കി ബേഡിയോ സെ ജഗഡ് ദിയാ ജായേ. ജീവിതത്തിൽ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസിൻ്റെ ഒരു ചങ്ങലയിൽ എന്തിനാണ് നമ്മളിങ്ങനെ കുടുക്കിയിടുന്നത്. എഹ് നാ കരോ വഹ് നാ കരോ എസേ ന ബോലോ വൈസേ ന ബോലോ ഇൻ ആദേശോ കാ കഹി അന്ത് ഭി ഹെ. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ഈ ഓരോ നിർദ്ദേശങ്ങൾക്കൊക്കെ ഒരു അവസാനമില്ലേ എന്ന് ചോദിക്കുകയാണ്. മധു ചുപ് രഹത്തി ഹെ. മധു എന്ത് ചെയ്യാണ്, സൈലൻ്റ് ആവാണ്. ബസന്ത് ഓർ ഫിർ തുമാരെ ഇസ് ശിഷ്ടാചാർ മേം വഹ് സ്നിഗ്ധത കഹാ ഹെ. അതുപോലെ നിന്റെ ഈ മര്യാദകളിൽ എന്ത് സോഫ്റ്റ്നെസ് ആണുള്ളത് എന്ന് ചോദിക്കുകയാണ്. തുമാരെ ആനെ സെ പഹലെ ദൈവ നാരായൺ ഏക് ലിഹാഫ് മേം ബൈറ്റ് ജാത്താ ഹെ. നീ വരുന്നതിന് മുൻപ് ദേവ് നാരായൺ പുറത്തിരിക്കുമായിരുന്നു. ജരാ കൽപ്പനാത്തോ കരോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. സർദിയോ കി സുബഹ് യാ ഷാം. തണുപ്പുള്ള രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഏക് ഹി ചാർപ്പായി പർ, ഒരേ കട്ടിലിൽ, ഏക് ഹി രജായി ഗുഡ്നോം പർ, ഒരേ പുതപ്പിൻ്റെ ഉള്ളിൽ കാൽമുട്ടുകൾ വരെ ഓട്ടി എന്ന് പറഞ്ഞാൽ പുതച്ചിട്ട് 4-5 മിത്ര ബൈട്ടേ ഹെ. ഒരു 4-5 ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗപ്പേ ചൽ റഹി ഹെ, തമാശകളൊക്കെ പറയാ. സുഖ ദുഃഖ കി ബാത്തേ ഹോ റഹി, സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളെയും കുറിച്ച് സംസാരിക്കുക. വഹീം ചായ് ആ ജാത്തി ഹെ, അവിടെ ചായ കുടിക്കുക. അതായത് ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുക. സാത്ത് സാത്ത് ബാത്തേ ഹോത്തി ഹെ, പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കുക. സാത്ത് സാസ് ചുസ്കിയാം ലഗ്തി ഹെ, പരസ്പരം സിപ്പ് ചെയ്യുക. അതായത് നമ്മൾ ചായ ഇങ്ങനെ സിപ്പ് ചെയ്യുമല്ലോ, പരസ്പരം ഒരേപോലെ എന്ത് ചെയ്യണം, ചായ സിപ്പ് ചെയ്യുക. ഇസ് കൽപ്പന മേം കിത്തന ആനന്ദ് ഹെ, ഈ ഒരു ചിന്തയിൽ പോലും എത്ര സന്തോഷമുണ്ട്. കിത്തനി സ്നിഗ്ധത ഹെ, എന്തൊരു ശാന്തമാണ് അതൊക്കെ. അപ്പം മിത്ര ആത്തേ ഹെ, ഇപ്പോഴും ഫ്രണ്ട്സ് വരും. അലഗ് അലഗ് കുർസിയോ പർ ബൈറ്റ് ജാത്തേ ഹെ, ഇപ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ എന്ത് ചെയ്യും, അവർ സെപ്പറേറ്റ് കസേരകളിലാണ് ഇരിക്കുന്നത്. ഏക് ദൂസരെ പർ ബോജ് മാലൂ ഹോത്താ ഹെ, പരസ്പരം ഒരു ഭാരമായിട്ട് ഞങ്ങൾക്ക് തോന്നും. ജോഷ് സെ, കുറച്ച് ഉറക്കെ പറയാണ്. ചിടിയാ തക്ക് തോ ഫടക്കനെ നഹി ദേതി തും ബിസ്തർ കെ പാസ്, ഒരു പാറ്റേനെ പോലും നീ നമ്മളെ കിടക്കേൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറില്ല. മേ തോ ഇസ് തക്കലുഫ് മേം ഗുഡാ ജാത്താ ഹും, ഞാനാണെങ്കിൽ ഈ ബുദ്ധിമുട്ടിൽ ശ്വാസം മുട്ടി നിൽക്കുകയാണെന്ന് പറയാണ്. जाकर कुर्सी पर बैठ जाता है और हजामत का सामान डीक से रखने लगता है. എന്നിട്ട് എണീറ്റിട്ട് എന്ത് ചെയ്യാണ്, കസേരയിൽ പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഷേവിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെക്കുകയാണ്. മധു മേ തക്കലുഫ് സ്വയം പസന്ത് നഹി കർത്തി, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും സ്വയം ഇഷ്ടമുള്ള കാര്യമല്ല. पर जब दूसरों को सफाई का भी कुछ ख्याल न हो तो विवश हो इससे काम लेना पड़ता है. മറ്റുള്ളവർക്ക് വൃത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിർബന്ധിതയാവുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. ആപ്പ് ഹി ബത്തായിയെ കിത്തനെ ലോഗ് ഹേ ജിനെ സഫായിക്ക് ആദത്ത് ഹേ. എന്നിട്ട് പറയാണെന്ത്, നിങ്ങൾ എന്നെ പറയൂ, എത്ര പേർക്ക് വൃത്തിയുണ്ട്, ശുചിത്വ ശീലമുണ്ടെന്ന് ചോദിക്കുകയാണ്. കിത്തനെ ഹേ ജോ ഹമാരി തരഫ് പാവ് ദോക്കർ രജായി മേം ബൈട്ടേ ഹേ, എത്ര പേരുണ്ട് കാല് കഴുകിയിട്ട് പുതപ്പിനുള്ളിൽ കയറുന്നവരെന്ന് ചോദിക്കുകയാണ്. ബസന്ത് പറയാണ് വഹീസെ, അവിടെ നിന്ന് തന്നെ പറയാണ്. പാവ് ധോനയ്ക്ക് മുസീബത്ത് രസായി മേം ബൈട്ടേക്കാൾ ലുത്ഫ് ഹി കിർക്കിറാ കർ ദേത്തി. എന്നിട്ട് പറയാണ്, കാല് കഴുകാനുള്ള ബുദ്ധിമുട്ട് കാരണം ബെഡിലേക്ക് ഇരിക്കുന്ന ആ ഒരു രസം തന്നെ അത് നശിപ്പിക്കുന്നു എന്ന് പറയാണ്. മധു പറയാണ് കുത്താബി ബൈട്ടാ ഹേ തോ ദും ഹിലാക്കർ ബൈട്ടാ ഹേ, ഒരു പട്ടിയാണെങ്കിൽ പോലും ഇരിക്കുമ്പോൾ ഇങ്ങനെ വാലാട്ടിക്കൊണ്ടാണ് ഇരിക്കുക, അതായത് അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുക എന്ന് പറയാണ്. മനുഷ്യ സ്വഭാവ് ഹീസേ സ്വച്ഛത കാ പ്രേമി ഹേ, മനുഷ്യരാണെന്നുണ്ടെങ്കിൽ സ്വഭാവം കൊണ്ട് തന്നെ ഒരു വൃത്തി ഇഷ്ടപ്പെടുന്നവരാണ്. മീൻ ഗന്ധി ലോകോസി ഘൃണാ കാർത്തിഹും, ഞാൻ അഴുക്കുള്ള ആൾക്കാരെ ഞാൻ വെറുക്കുന്നു.
ഫിർ സ്വെറ്റർ ബുന്നെ ലഗ്തി ഹെ, വീണ്ടും എന്ത് ചെയ്യാണ്, സ്വെറ്റർ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ബസന്ത് മുടുക്കർ, ബസന്ത് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഘൃണ യഹി തോ മേ കഹ്താ ഹൂം, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. തുമേ മുജ്സേ ഘൃണ ഹേ, മേരെ സ്വഭാവ് സേ ഘൃണ ഹേ, തുമാരാ വാതാവരൺ മേരെ വാതാവരൺ സേ ഘൃണ കർത്താ ഹേ. എന്നിട്ട് പറയാണ്, എൻ്റെ സ്വഭാവത്തിനോട് നിനക്ക് വെറുപ്പാണ്, എൻ്റെ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് നിൻ്റെ സാഹചര്യം ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിനോടും വെറുപ്പ് കാണിക്കുന്നു. മധു ഉസി വിഷൈലി ഹസി കെ സാത്ത്, മധു അതേ ആ ഒരു വിഷച്ചിരിയോട് കൂടിയിട്ട്, ഇത് ആപ്പ് കഹ സക്തേ ഹേ, ഇത് നിങ്ങൾ പറയുകയാണെന്ന് പറയാണ്. ബസന്ത് തുമേ മേരി ഹർ ബാത്ത് സേ ഘൃണ ഹേ, നിനക്ക് എൻ്റെ ഓരോ കാര്യത്തിനോടും വെറുപ്പാണ്. മേരെ ഖാനെ പീനേസെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനോടും കുടിക്കുന്നതിനോടും, ഉടനെ ബൈറ്റ്നേസെ, എണീക്കുന്നതിനോടും ഇരിക്കുന്നതിനോടും, ഹസിനെ ബോൽനേസെ, സംസാരിക്കുന്നതിനോടും ചിരിക്കുന്നതിനോടും, മേൻ ജബ് ഹസത്താഹും സീന ഫുലാക്കർ ഹൻസത്താഹും, ഞാൻ ചിരിക്കുന്ന സമയത്ത് ഞാൻ അഭിമാനത്തോടെ തുറന്ന് ചിരിക്കും. ഓർ ഇസ്ലിയെ ഊഷി ഓർ നിമ്മോ, അതുകൊണ്ട് തന്നെയാണ് ഊഷി നിമ്മോ എന്ന് പറയാണ്. മധു സ്വെറ്റർ കോ ഫെങ്കർ, സ്വെറ്ററിനെ എറിഞ്ഞിട്ട്, ആപ്പിനെ ഫിർ ഊഷി ഓർ നിമ്മോക്കി കഥാ ചേടി, ഓ നിങ്ങൾ വീണ്ടും ഊഷിൻ്റെ നിമ്മോൻ്റെയും കഥ തുടങ്ങി എന്ന് പറയാണ്. മുझे ഹസന ബുരി നഹി ലഗ്ത, എനിക്ക് ചിരിക്കുന്നത് ഒരു തെറ്റായിട്ട് തോന്നാറില്ല. പർ സമയ കുസമയ കാഭി ധ്യാൻ ഹോനാ ചാഹിയെ, പക്ഷെ ഒരു സമയം അസമയവും ഇല്ലേ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാണ്. ഉസ് ദിൻ പാർട്ടി മേം ആത്തേ ഹി ഊഷി ने मेरा कान पर चुटकी ले ली और निम्मो ने मेरी आंखें बंद कर ली. ഒരു ദിവസം പാർട്ടിയിൽ വന്നപ്പോൾ ഊഷി എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ നിമ്മോ എൻ്റെ കണ്ണടച്ചു പിടിച്ചു. കോയി സമയ ധാ ഉസ് തരഹ് ഹസി മസാക്ക, അതൊരു ചിരികളീൻ്റെ സമയമാണോ എന്ന് ചോദിക്കുകയാണ്. മുझे ഹസി മസാക്ക് സേ ഘൃണ നഹി, എനിക്ക് ചിരിയും തമാശയൊന്നൊരു അതിനോടൊന്നൊരു വെറുപ്പില്ല. അശിഷ്ടദാസേ ഘൃണാഹേ, പക്ഷെ എനിക്ക് മോശം പെരുമാറ്റത്തിനോടാണ് എനിക്ക് വെറുപ്പ് എന്ന് പറയാണ്. അപ്പോൾ ബസന്ത് ഊഷി മധു പർലേ സിരേ കി അശിഷ്ട ഓർ അസഭ്യ ലടുക്കി ഹേ, ഈ ഊഷി എന്ന് പറയുന്നത് വളരെ മോശം സ്വഭാവവും പെരുമാറ്റമൊക്കെ ഉള്ള ഒരു സംസ്കാരമില്ലാത്ത കുട്ടിയാണെന്ന് പറയണം. അസഭ്യ ലടുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരമില്ലാത്ത കുട്ടി. മദൻ കി വർഷഗാണ്ട് കെ ദിൻ വേ സബ് ആയതേ, മദൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് അവരെല്ലാവരും വന്നിരുന്നു. നിമോ ഇത്തിനി ചഞ്ചൽ ഹേ, നിമോ ഭയങ്കര വികൃതിയാണ്. पर वह तो बैठ गई एक और वह नवाब जाति सैंडल समेत आ बैठी मेरे सामने, टांगे पसारे और उसके गंदे सैंडल मेरी साड़ी के बिल्कुल समीप आ गए. അപ്പോൾ പറയാണെന്ത്, അവൾ ഭയങ്കര വികൃതിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവളുടെ ഒരു സാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് എൻ്റെ ചെരുപ്പിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കാല് നീട്ടി വെച്ചിട്ടുണ്ട്. അതും ആ അഴുക്ക് നിറഞ്ഞ ചെരുപ്പ് എൻ്റെ സാരിയുടെ അടുത്താണുള്ളത്. आप इस अशिष्टता को शौक से पसंद करें, मैं से इसे कदाबी पसंद नहीं करता. എന്നിട്ട് പറയാണ്, എനിക്ക് ഈ മോശം പെരുമാറ്റത്തിനോട് നിങ്ങൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ, പക്ഷെ എനിക്ക് ഇതൊരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല എന്ന് പറയാണ്. ഇസേ ബൈറ്റ്നെ ഉടനെ ബോൾനെ കാ സലീക്കാ നഹി, അവൾക്ക് എണീക്കുക, ഇരിക്കുക, പറയുക, അതിനൊന്നിനോടും ഒരു പെരുമാറ്റം അറിയില്ല. ബഹു മനുഷ്യക്യ പശു ഹേ, അവൾ എന്താ മനുഷ്യനാണോ അതോ മൃഗാണെന്ന് പറയാണ്.